ശബരിമലയിൽ ഇന്നും ഭക്തജനത്തിരക്ക്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്തെത്തി. മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് പുതിയ സ്പെഷ്യൽ ഓഫീസർമാരും ചുമതലയേൽക്കും. വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഇന്നും സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നറിയുന്നു. അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ശ്രീജ, രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നിയന്ത്രണ വിധേയമായി തന്നെയാണ് തിരക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ തിരക്ക് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് അധികം തീർത്ഥാടകർ എത്തുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഒരു നിയന്ത്രണാതീതമായി പോലീസിൻ്റെ കയ്യിൽ നിന്നും നിയന്ത്രണം മാറിപ്പോകുന്ന രീതിയിലേക്ക് തിരക്ക് ഒരിക്കലും പോയിട്ടില്ല. ഇന്നും ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ദർശനത്തിനായിട്ട് നീണ്ട ക്യൂ നടപ്പന്തൽ മുതൽ തന്നെ ഉണ്ട്. ഒപ്പം പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ധാരാളം ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസത്തെ ഇതുപോലുള്ളൊരു സ്ഥിതിവിശേഷം ത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ന് നിർണായകമായിട്ടുള്ള അവലോകന യോഗം സന്നിധാനത്ത് നടക്കുന്നു. ദേവസ്വം മന്ത്രി ഇന്നിപ്പോൾ സന്നിധാനത്തുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രി സന്നിധാനത്ത് എത്തിച്ചേർന്നിരുന്നു. പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒപ്പം മന്ത്രിയോടൊപ്പം തന്നെ റാന്നി MLA പ്രമോദ് നാരായണനും ഒപ്പം കോന്നി MLA ജനീഷ് കുമാറും അടക്കമുള്ള ജനപ്രതിനിധികളും ശബരിമലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം ഇവരുടെ 3 പേരുടെയും നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ശബരിമലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. അതിനുശേഷം അവലോകന യോഗം ഇന്ന് ചേരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം ദേവസ്വം അംഗങ്ങളും ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറും ഒപ്പം ഈ 3 അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയും മറ്റ് 2 MLA-മാരും അടക്കമുള്ള ഉന്നത തലത്തിലുള്ള ഒരു യോഗമാണ് സന്നിധാനത്ത് ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെയൊക്കെ തന്നെ വിശദമായിട്ട് യോഗത്തിൽ ചർച്ച ചെയ്യും. കൂടുതലായിട്ട് എന്തെങ്കിലും സജ്ജീകരണങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ആ കാര്യങ്ങളും വിശദമാക്കുകയും ചെയ്യുന്നുണ്ടാവും. നിലവിൽ നമുക്ക് സ്വാമിമാരുടെ ഒരു പ്രതികരണത്തിലേക്ക് കിടക്കാം. സ്വാമി, എങ്ങനെയുണ്ടായിരുന്നു താഴെ നിന്നുള്ള തിരക്ക്? താഴെ നിന്നുള്ള തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര, നമുക്കതിനെ അറിയോ. ഒന്നാമത് പോലീസിന് കുറവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പിള്ളേരൊക്കെ ഒത്തിരി രാത്രിയിലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പമ്പയിൽ നിന്ന് ഞങ്ങൾ 8:30 ആയപ്പോൾ കയറി. രാത്രി 8:30. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ പിടിച്ചിട്ട്? ഇവിടെ ഇപ്പോഴേ അപ്പാച്ചിമേട്ടിലെല്ലാം പിടിച്ചിട്ടായിരുന്നു. ആഹാരത്തിനും വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു. വെള്ളത്തിന് ഇടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു. തീർത്ഥാടകരുടെ പ്രതികരണമാണത്. അവർ പറഞ്ഞത് ഇന്നലെ രാത്രി അവർക്ക് ചിലയിടങ്ങളിൽ പിടിച്ചിടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം പോലീസിൻ്റെ വലിയ രീതിയിലുള്ള കുറവുണ്ടെന്ന് തീർത്ഥാടകർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ദേവസ്വം അധികൃതർ ആ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ സമ്മതിച്ചു തരുന്നില്ല. മതിയായ പോലീസ് സേനാ അംഗങ്ങൾ സന്നിധാനത്തുണ്ട് എന്നാണ് ദേവസ്വവും പോലീസ് അധികൃതരും വ്യക്തമാക്കുന്നത്. എന്തായാലും തീർത്ഥാടകർ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. കഴിഞ്ഞ രാത്രി വെള്ളം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഭക്ഷണത്തിലുള്ളതാണ് ബുദ്ധിമുട്ട് നേരിടുന്നത്. അതായത് ഈ മല വരുന്ന പല ഭാഗങ്ങളിലും ആളൊഴിഞ്ഞ ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ വനപ്രദേശങ്ങളാണ്. അവിടങ്ങളിൽ ഇവർക്ക് ക്യൂവിൽ കുടുങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം വാങ്ങിക്കാനോ ഒന്നും സൗകര്യമില്ല. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത്. പക്ഷേ വെള്ളത്തിൻ്റെ പോയിന്റുകൾ മിക്കയിടത്തും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ അവലോകന യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സന്നിധാനം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലെ പോലീസ് തലപ്പത്ത് മാറ്റം വരുന്നുണ്ട്. സ്പെഷ്യൽ ഓഫീസർമാരുടെ ഇന്ന് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഓഫീസർമാരുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 3 പുതിയ സ്പെഷ്യൽ ഓഫീസർമാർ ഇന്ന് ചുമതലയേക്കും. സന്നിധാനത്ത് സ്പെഷ്യൽ ഓഫീസറായിരുന്ന KE ബൈജു, അദ്ദേഹത്തിന് പകരം AS സുദർശനെയാണ് ഇനി അടുത്ത സ്പെഷ്യൽ ഓഫീസറായിട്ട് സന്നിധാനത്ത് നിയമിക്കുന്നത്. ഒപ്പം ഇനി വരുന്ന ഈ ഒരു പോലീസ് മാറ്റത്തിൽ ശബരിമലയിൽ പ്രവൃത്തി പരിചയമുള്ള അല്ലെങ്കിൽ മുമ്പ് പരിചയമുള്ള കൂടുതൽ പോലീസ് സേനാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാളിച്ചകൾ, അപാകതകളൊക്കെ തന്നെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗസ്ഥരെ സന്നിധാനത്തും ഒപ്പം പമ്പയിലും നിലയ്ക്കലും നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസുകാരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് മാറുന്ന കാര്യത്തിൽ ഇന്നലെ മന്ത്രി ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഒരുമിച്ച് എല്ലാ ഉദ്യോഗസ്ഥരും മാറരുത്, അല്ലെങ്കിൽ പകുതിയോളം ഉദ്യോഗസ്ഥർ അവിടെ കുറച്ച് സമയം കൂടി തുടരണം. അതിനുശേഷം അടുത്ത ബാച്ച് അവരുടെ ഒരു പകുതി സമയമാകുമ്പോൾ മാത്രമേ മറ്റവർ ആദ്യം കയറിയതിലെ പകുതി ആൾക്കാർ മാറാവുള്ളൂ. അങ്ങനെ ഒരു തരത്തിലേക്ക് പുതിയൊരു ഷിഫ്റ്റിംഗ് സമ്പ്രദായം കൂടി പോലീസുകാർക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ 1600ഓളം പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്തുണ്ട്. പക്ഷേ 2-3 ഷിഫ്റ്റിലായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഒരു ഷിഫ്റ്റിൽ ഏകദേശം 600ഓളം പോലീസുകാർ മാത്രമാണ് വരുന്നത്. അതുമൂലമുണ്ടായിട്ടുള്ള ചില പാളിച്ചകളും അപാകതകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. എന്തായാലും
വരുന്ന ദിവസങ്ങളിൽ തീർത്ഥാടനം സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പാളിച്ചകളൊന്നും ഉണ്ടാകാതെ വേണ്ട ക്രമീകരണങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും തീരുമാനം. ഒപ്പം ദേവസ്വം ബോർഡ് കൂടുതലായിട്ട് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനായിട്ടും തീരുമാനമായിട്ടുണ്ട് തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടി. എന്തായാലും ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ ഇന്ന് നടക്കുന്ന അവലോകന യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കുമ്മനം രാജശേഖരൻ അടക്കമുള്ള BJP നേതാക്കളും ഇന്ന് ശബരിമല സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഇന്നലെ ശരി ഗൂഗിൾ, വ്യക്തമാണ്. എന്തായാലും ശബരിമലയിൽ ഇന്നും വലിയൊരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാണ് ഗൂഗിൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നും ഗൂഗിൾ പറയുന്നുണ്ട്. എന്തായാലും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഗോകുൽ രമേശ്.